ചോദിക്കണം. എന്റെ വീഡിയോ യൂട്യൂബിൽ ഇടാൻ പാടില്ല. ഞാനിടും. കൽക്കട്ട എന്ന ഈ സിറ്റി ഇത്രയും ഭംഗിയാക്കുന്നത് അതിൻ്റെ കൾച്ചറും ഹിസ്റ്ററിയും കൊണ്ടാണ്. ഇതൊരു സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്നതിലുപരി സിറ്റി ഓഫ് കോൺട്രാസ്റ്റ് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കാരണം പഴമയും പുതുമയും ഒക്കെ ഒത്തുചേർന്ന് അതിൻ്റെ എല്ലാ സ്ട്രീറ്റിനും ഒരു പ്രത്യേക സ്റ്റോറി പറയാനുണ്ടാവും. ഇന്ന് ഞങ്ങളുള്ളത് വിക്ടോറിയ മെമ്മോറിയലാണ് കേട്ടോ. കൽക്കട്ടയുടെ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്സിലൊന്നായ വിക്ടോറിയ മെമ്മോറിയലിന് ബോത്ത് ഹിസ്റ്ററി ആസ് വെൽ ആസ് റോയൽറ്റി മിക്സ് ചെയ്തൊരു പ്രത്യേക ഫീലാണുള്ളത്. അങ്ങനെ ഞങ്ങളുടെ കൽക്കത്ത വിക്ടോറിയ ടെർമിനൽ വിക്ടോറിയ മെമ്മോറിയൽ ആമേ, ടെർമിനൽ അല്ല. ലാണ് ഇതിൻ്റെ കംപ്ലീഷൻ നടന്നത്. ആൻഡ് ദ ആർക്കിടെക്ചർ ഹിയർ ഇസ് ട്രൂലി ബ്രെത്ത് ടേക്കിംഗ്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈവൻ ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ദിസ് പ്ലേസ് സ്റ്റിൽ ഹോൾഡ്സ് ദാറ്റ് റോയൽ ചാം ആൻഡ് ദാറ്റ് മേക്സ് ഇറ്റ് ആബ്സല്യൂട്ട്ലി മെസ്മറൈസിങ്, യു നോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദ ആർക്കിടെക്ചർ ഹിയർ ഇസ് റിയലി നൈസ്. ഒരു ഗ്രാൻഡ് വൈറ്റ് മാർബിൾ സ്ട്രക്ചറാണ്. യു ക്യാൻ സീ ഇൻട്രിക്കേറ്റ് ഡീറ്റെയിലിങ്സ് ആൻഡ് വലിയ വലിയ ഡോംസ് കാണാം ആൻഡ് ബ്യൂട്ടിഫുള്ളി കാർവ്ഡ് സ്റ്റാച്യൂസ് ഒക്കെ കാണാം ഇതിനകത്ത്. ബ്രിട്ടീഷിൻ്റെ ലോങ്സ്റ്റ് സെർവിങ് മൊണാർക്കായ ക്വീൻ വിക്ടോറിയ 19th സെഞ്ച്വറിയിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലും ബ്രിട്ടീഷ് എംപയറിലും ഒക്കെ വലിയ സ്വാധീനമുള്ളൊരു ഭരണാധികാരിയായിരുന്നു. ആൻഡ് ഇൻ 1858 ഷി ബിക്കെയിം ദ എംപ്രസ് ഓഫ് ഇന്ത്യ. 1901 അവർ എക്സ്പയർ ആയപ്പോൾ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഒരു ഗ്രാൻഡ് മെമ്മോറിയൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു ടു ഓണർ ഹർ ലെഗസി ആൻഡ് ഹർ കണക്ഷൻ വിത്ത് ഇന്ത്യ. ആൻഡ് ദാറ്റ്സ് ഹൗ വിക്ടോറിയ മെമ്മോറിയൽ വാസ് ബിൽഡ്. സർ എഡ്വിൻ ലൂട്ടിയൻസ് ഉൾപ്പെടെയുള്ള ഡിഫറെൻറ്റ് ബ്രിട്ടീഷ് ആർക്കിടെക്ട്സ് ഇതിൻ്റെ ഡിസൈൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവസാനം സർ വില്യം എമേഴ്സണിൻ്റെ സൂപ്പർവിഷനിലാണ് ഈ മെമ്മോറിയൽ ഷേപ്പ് എടുക്കുന്നത്. ഒരു ഇൻഡോ സാർസനിക് സ്റ്റൈലിലാണ് ഈ മെമ്മോറിയൽ നിർമ്മിച്ചിട്ടുള്ളത്. അതായത് ബ്രിട്ടീഷ്, മുഗൾ, വെനീഷ്യൻ, ഇസ്ലാമിക് തുടങ്ങിയ ഡിഫറെൻറ്റ് ആർക്കിടെക്ചറൽ സ്റ്റൈൽസിൻ്റെ ഒരു മിക്സാണ് ഈ മെമ്മോറിയൽ. 1921 ഈ മാഗ്നിഫിസൻറ്റ് സ്ട്രക്ചർ ഫൈനലി കംപ്ലീറ്റ് ആക്കിയത്. ഇന്ന് ഇത് ഹിസ്റ്ററിക്കൽ സിഗ്നിഫിക്കൻസും ആർട്ടിസ്റ്റിക് ബ്യൂട്ടിയും ഒക്കെ ഒരുമിച്ച് പ്രിസർവേഷൻ ചെയ്ത ഒരു ലാൻഡ്മാർക്കായിട്ടാണ് നിലകൊള്ളുന്നത്. വിക്ടോറിയ മെമ്മോറിയലിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ വളരെ പ്രാധാന്യമുള്ളൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ചർച്ചുണ്ട്. ആൻഡ് ദാറ്റ് ടു വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷേഴ്സ് ഇൻ 1839.
സെൻറ്റ് പോൾസ് കത്തീഡ്രൽ. വിക്ടോറിയ പോലെ തന്നെ ആർക്കിടെക്ചറൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ദാറ്റ് ഈസ് മെയിൻലി ഇൻഡോ ഗോത്തിക് സ്റ്റൈലാണ് ഈ ഒരു മോണ്യുമെൻ്റ് ഉണ്ടാക്കാൻ അവർ യൂസ് ചെയ്തിരുന്നത്. ചർച്ചിനകത്തേക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു, പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു ചർച്ചിനകത്ത്. ഓവറോൾ ഹിസ്റ്ററി, ആർക്കിടെക്ചർ ആൻഡ് പീസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. സോ നെക്സ്റ്റ് ടൈം കൽക്കട്ടയിലേക്ക് വരുമ്പോൾ വിക്ടോറിയ മാത്രം കണ്ടിട്ട് പോവാതെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ സെൻറ്റ് പോൾസ് കത്തീഡ്രലും കൂടെ കാണണം. പിന്നെ ഞങ്ങൾ പോയത് ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ ലവേഴ്സ് പാരഡൈസിലേക്കാണ്, അതായത് കൽക്കട്ടയിലെ ഇന്ത്യൻ മ്യൂസിയത്തിലേക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിയമാണിത്. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്ടാണോ എന്ന് അറിയില്ല. എല്ലാ ബിൽഡിങ്ങും ഇന്ന് കണ്ടതിൽ എല്ലാം ഏകദേശം ഒരുപോലെയായിരുന്നു കാണാൻ. ദിസ് മ്യൂസിയം വാസ് ഫൗണ്ടഡ് ഇൻ 1814. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴയ മ്യൂസിയങ്ങളിലൊന്നാണിത്. ഇവിടെ ഏഷ്യൻ സ്കൾപ്ചേഴ്സ്, റെയർ ഫോസിൽസ്, ബുദ്ധിസ്റ്റ് റിലിക്സ്, പിന്നെ ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്സ് ആൻഡ് ഈവൻ ഈജിപ്ഷ്യൻ മമ്മി വരെ നിങ്ങൾക്ക് കാണാം. മ്യൂസിയം ആക്ച്വലി ഒരു കൊളോണിയൽ ആർക്കിടെക്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് വളരെ മനോഹരമായിട്ടുള്ളൊരു വലിയൊരു കെട്ടിടമാണിത്. കൽക്കട്ടയിലെ തന്നെ മറ്റൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു പ്ലേസാണ് കോളേജ് സ്ട്രീറ്റിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ്. 1942 അതായത് ബ്രിട്ടീഷ് റൂൾ ചെയ്യുന്ന ടൈമിൽ ഫ്രീഡം ഫൈറ്റേഴ്സ്, തിങ്കേഴ്സ്, പിന്നെ സ്റ്റുഡൻസ് ആൻഡ് റൈറ്റേഴ്സ് ഇവരുടെയൊക്കെ ഒരു മെയിൻ മീറ്റിംഗ് പ്ലേസ് ആയിരുന്നു ഈ ഇന്ത്യൻ കോഫി ഹൗസ്. ഇവിടെ സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ് ടാഗോർ, മന്നാ ഡേ, ഇങ്ങനെ പല മഹാന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ചർച്ചകളൊക്കെ നടത്തിയൊരു സ്ഥലമായിരുന്നു ഈ ഇന്ത്യൻ കോഫി ഹൗസ്. ഇറ്റ്സ് ക്വൈറ്റ് ഫേമസ് ഇൻ കൽക്കട്ട ആക്ച്വലി. ഒച്ചത്ത് പറ. അങ്ങനെ ഞങ്ങൾ കൽക്കത്ത, വിക്ടോറിയ, ബാക്കി വരട്ടെ. വിക്ടോറിയ എന്താണ്? വിക്ടോറിയ മെമ്മോറിയൽ. ഇങ്ങോട്ട് കട്ടെ. അങ്ങനെ അവിസ്മരണീയമായ ഒരു ദിനം കൽക്കത്തയിൽ എത്തിയിരിക്കാൻ ഞങ്ങള് വിക്ടോറിയ മെമ്മോറിയൽ. വേണ്ട, മതി.